ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ നിന്നും സ്ത്രീ വെള്ളത്തിൽ വീണ മരിച്ച സംഭവത്തിൽ ഹൗസ് ബോട്ടിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികളായ 5 പേരെയും പോലീസ് വെറുതെ വിട്ടു. ഇവരോടൊപ്പം സ്പായിലെ ജീവനക്കാരിയായിരുന്ന ശരണ്യായിരുന്നു ഉണ്ടായിരുന്നത്. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്പായിലെ ജീവനക്കാരിയായിരുന്നു കൊല്ലപ്പെട്ട ശരണ്യ. ആലപ്പുഴ ബീച്ചിലെ ESI ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ലോട്ടസ് എന്ന സ്പായിലെ ജീവനക്കാരിയാണ് മരണപ്പെട്ട ശരണ്യ. ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗവും മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ വനിതാ നേതാവാണ് ഇതിന്റെ ഉടമ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന 5 ചെറുപ്പക്കാർക്കൊപ്പമാണ് തമിഴ്നാട് സ്വദേശിയായ ശരണ്യയും അസം സ്വദേശിയായ മറ്റൊരു സ്ത്രീയെയും സ്പായിൽ നിന്നും ഹൗസ് ബോട്ടിൽ എത്തിച്ചത്. രാത്രി പുലരുവോളം ലഹരിയിലായിരുന്നു ഇവർ. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞു. പുലർച്ചെയോടെ സ്ത്രീ വെള്ളത്തിൽ വീണു മരണപ്പെടുകയായിരുന്നു. മരണകാരണം എന്തെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഹൗസ് ബോട്ടിൽ നിന്നും എങ്ങനെ സ്ത്രീ വെള്ളത്തിൽ വീണു എന്ന് വ്യക്തമല്ല. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ ആലപ്പുഴ നോർത്ത് പോലീസ് തമിഴ്നാട്ടിൽ നിന്നുള്ള 5 പേരെയും വെറുതെ വിട്ടു. ഇതിന് പിന്നിൽ വലിയ ഇടപാടുകൾ ഉണ്ടായതായാണ് സൂചന. തമിഴ്നാട് സ്വദേശിയായ ശരണ്യ എന്ന പെൺകുട്ടിയുടെ മൃതദേഹവും ആലപ്പുഴയിൽ തന്നെ സംസ്കരിച്ചു. ഇക്കഴിഞ്ഞ 15-ന് പുലർച്ചെയാണ് പെൺകുട്ടി ഹൗസ് ബോട്ടിൽ നിന്നും കായലിൽ വീണ് മരണപ്പെട്ടത്. ഹൗസ് ബോട്ടിനുള്ളിൽ സ്പായോ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികളോ നടത്താൻ പാടില്ല എന്ന പോലീസിന്റെയും ടൂറിസം വകുപ്പിന്റെയും കർശന നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഉള്ളപ്പോഴാണ് പെൺകുട്ടിയുടെ മരണം. സ്പായുടെ നടത്തിപ്പുകാരനായ ഡെവിൻ ജോസഫ് അവയവക്കടത്ത് കേസിലെ പ്രതിയാണ്. കേസ് അന്വേഷിച്ച നോർത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായതായും പരാതി ഉയർന്നിട്ടുണ്ട്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.